ഈ ആമം നമ്മുടെ ബോഡിയിലുള്ളപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുക? എപ്പോഴും ഒരു എനർജി കുറവ്. എന്തൊക്കെ കഴിച്ചാലും അത് പ്രോപ്പറായിട്ട് ദഹിക്കണില്ല, എനർജി ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു ടയേർഡ്നെസ് ആണ് എപ്പോഴും ഫീൽ ചെയ്യുക. പിന്നെ ഒരു സ്ലഗിഷ് നേച്ചർ ഉണ്ടാവും. കൂടാതെ നമ്മുടെ ടങ് നോക്കിക്കഴിഞ്ഞാൽ ടങ് കോട്ടഡ് ആയിട്ടിരിക്കും. എപ്പോഴും ഒരു ബ്ലോട്ടിങ്, ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദഹനം ശരിയാവണില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആഹാരത്തിൽ ദഹനം കൂടാനായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ജീരകം, വെളുത്തുള്ളി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇഞ്ചിയൊക്കെ ഒരുപാട് നമ്മുടെ ഫുഡിൽ അടങ്ങുകയാണെങ്കിൽ, ചേർക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കും. പിന്നെ നമുക്ക് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ചെയ്യാവുന്നതാണ്, മരുന്നായിട്ട് കൊടുക്കാൻ പറ്റണത് അഷ്ടചൂർണം കൊടുക്കാം. അഷ്ടചൂർണം ശരിക്കും നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് പറയുക. ആദ്യത്തെ ഉരുളയുടെ കൂടെ 1 സ്പൂൺ അഷ്ടചൂർണം ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അഗ്നിയുടെ കുറവും വിശപ്പ് കുറവും എല്ലാം മാറി നല്ല ഗുഡ് അപ്പറ്റൈറ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ആമ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഇല്ല. പിന്നെ ഇനി ചൂർണം, ഇതിൽ കായവും ജീരകവും ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത്. ഇത് പറ്റാത്തവരാണെങ്കിൽ ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, പിപ്പല്യാസം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഗ്യാസ് ട്രബിളോ ഗ്യാസ്ട്രൈറ്റിസ് കണ്ടീഷനിൽ അല്ലെങ്കിൽ വയറ് കമ്പനം അങ്ങനെയൊക്കെയുള്ള സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോമ്പിനേഷൻ അരിഷ്ടം വലിയ ആൾക്കാർക്കും കഴിക്കാവുന്നതാണ്, ചെറുപ്പക്കാർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആമമില്ലാതെ നോക്കണം. ഏത് അസുഖങ്ങൾക്കും കാരണം എന്ന് പറയുന്ന കാരണം ഈ ആമം തന്നെയാണ്.